കണ്ണൂർ ജില്ലയിലടക്കം അല്പം ഗുണ്ടായുസവും ഇത്തിരി ബലം പിടുത്തവും ഒക്കെയുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് കെ സുധാകരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇത്തിരി ശക്തമായ നിലപാടുകൾ പലയിടത്തും സ്വീകരിക്കുകയും പലയിടത്തും കായികമായി CPM നേതാക്കളെ അടക്കം കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഉറപ്പൊന്നുമില്ല. കണ്ണൂരിൽ പിണറായി വിജയനെ എതിർക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചങ്കൂറ്റം വേണം എന്ന് അദ്ദേഹം തന്നെ പലകുറി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഗുണ്ടാ നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട MP ആണ്, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു എങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യത പോലും കൽപ്പിക്കപ്പെട്ട നേതാവാണ് കെ സുധാകരൻ. അപ്പം ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുത്ത ഒരു യോഗത്തിൽ ചില ഗുണ്ടാ തലവന്മാരും ഇതുപോലെയുള്ള ക്രിമിനലുകളും ഒക്കെ പങ്കെടുത്തതായുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? കെ സുധാകരന് ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇദ്ദേഹം കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കുപ്രസിദ്ധ ക്രിമിനൽ കേസ് പ്രതികളും മുൻ ഗുണ്ടാ നേതാക്കളും കൂട്ടത്തോടെ പങ്കെടുത്തതാണ് പുതിയ ഒരു രാഷ്ട്രീയ വിവാദമാകുന്നത്. നിരവധി ആക്രമണ കേസുകളിൽ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, പ്രമാദമായ തോക്ക് കേസ് പ്രതി റിയാസ്, കൊടും ക്രിമിനൽ പുലി നസീർ, കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ബിലാൽ തുടങ്ങി അധോലോക പശ്ചാത്തലമുള്ള വൻ നിരയാണ് കെ സുധാകരൻ MPക്കൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിട്ടത്. ലഹരി വിരുദ്ധ യോഗത്തിന്റെ പേരിൽ അധോലോക സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കെ സുധാകരന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷം പുകയുകയാണ്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ ചില ഗ്രൂപ്പ് കളികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടിയായപ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്ന് പറയപ്പെടുന്നു. കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഈ വിവാദ യോഗം തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്ന് എറണാകുളം DCC വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് DCCക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിരുന്നില്ല. ക്രിമിനൽ കേസ് പ്രതികളെയും ഗുണ്ടാ നേതാക്കളെയും അണിനിരത്തി നടത്തിയ ഈ കൂട്ടായ്മയുമായി ഔദ്യോഗിക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് എറണാകുളം DCC ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. യോഗത്തിന് മുൻപോ ശേഷമോ തങ്ങളുമായി കെ സുധാകരൻ ഇത്തരത്തിൽ യാതൊരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല എന്നും എറണാകുളം DCC പറയുന്നു. ആഭ്യന്തര വകുപ്പും എക്സൈസും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ ലഹരി വിരുദ്ധ പരിപാടികൾക്ക് ജനകീയ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സുധാകരൻ MP കൊച്ചിയിൽ യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്ത കുപ്രസിദ്ധ പ്രതികളോട് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ കെ സുധാകരൻ MP പരസ്യമായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ യോഗത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും തൊട്ടുപിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലായത്. ലഹരി വിരുദ്ധ യോഗത്തിൽ ലഹരിക്കടുത്ത് ക്രിമിനൽ കേസുകളിലെ സ്ഥിരം പ്രതികൾ എങ്ങനെ മുഖ്യാതിഥികളായി എത്തി എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തീർച്ചയായിട്ടും ലഹരി സംഘങ്ങളുമായിട്ടൊക്കെ തന്നെ ഈ ഗുണ്ടകൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. കേസുകളിൽ പ്രതികളാണ്. ലഹരി കടത്ത് കേസിലടക്കം ഈ ആൾക്കാരൊക്കെ തന്നെ, ഈ ബിലാലൊക്കെ തന്നെ പ്രതികളാണ്. വെടിവെപ്പ് കേസിലും കൊലപാതക കേസിലും ആക്രമണ കേസിലും അടക്കം പ്രതികളായവർ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP, അതും കെ സുധാകരനെ പോലെ ഇത്രയും സീനിയറായ ഒരു നേതാവിനൊപ്പം ഈ യോഗത്തിൽ കൊച്ചിയിൽ പങ്കെടുത്തത് തീർച്ചയായിട്ടും അത് അപലപനീയമാണ്. അത്തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കെ സുധാകരൻ കൃത്യമായി അതിന് മറുപടി നൽകുകയും വേണം. കാരണം DCC കൈയൊഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗമല്ല ഇത് എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു. വാർത്താക്കുറിപ്പും ഇറക്കിക്കഴിഞ്ഞു. കെ സുധാകരൻ ഈ ഒരു കാര്യത്തിൽ വൈകാതെ വിശദീകരണം നൽകും എന്ന് കരുതുന്നു.